ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫെബ്രുവരി 22 ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 കിടക്കാം. നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാ കണ്ടാൽ തന്നെ അറിയാം ഇത് എവിടുത്തെ ക്വസ്റ്റ്യനാ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബൈനോമിയൽ തിയറത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇങ്ങനെ ഒരാളെ കണ്ടാൽ തന്നെ ഇതാ ഈ ഒരാളെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം എന്താണ് അത്. ഓഫ് കോഴ്സ് ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിൽ ചോദിച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ലെറ്റ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആർ ദ കോഎഫിഷ്യന്റ് ഓഫ് x⁻⁷. x⁻⁷ ക്വസ്റ്റ്യൻ എന്താ? ആൽഫ അല്ലെ. x⁵ ക്വസ്റ്റ്യൻ എന്താ? ബീറ്റ. x³ കോഎഫിഷ്യന്റ് ആരാ? ഗാമ. എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ? ഡെൽറ്റ. ഇത് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ഈ എക്സ്പാൻഷനിലെ ഓരോ കോഎഫിഷ്യന്റ് ആണ് ആര്? ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞത് if u and v satisfy this equation, u ഉം v എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ we have to find the value of u plus v അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം u plus v കാണുമെങ്കിൽ ആദ്യം എന്ത് കാണും? ഓഫ് കോഴ്സ് യുവും വിയും കാണാം അല്ലെ. യുവും വിയും എവിടെ നിന്ന് കിട്ടുക? ആ യുവും വിയും ഈ ഇക്വേഷൻ കിട്ടുക അല്ലെ. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് ആര് കിട്ടി? യുവും വിയും കിട്ടി. എടാ ഇനി ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ആര് വേണം അവിടെ? എടാ സോൾവ് ചെയ്യണമെങ്കിൽ ആൽഫയും ബീറ്റയും ഗാമയും ഡെൽറ്റയും വേണ്ടേ? അപ്പൊ എന്റെ ലക്ഷ്യം ആരെ കാണാനാ? ആദ്യം ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ കാണാം അല്ലെ. അതിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വൃത്തിയായിട്ട് പറയേണ്ട ആൽഫ എന്താ? x⁻⁷ കോഎഫിഷ്യന്റ് ആണ് അല്ലെ. ബീറ്റ ആരാ? x⁵ കോഎഫിഷ്യന്റ് ആണ്. അങ്ങനെ ഗാമ എന്താ? ഡെൽറ്റ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ഉപയോഗിച്ച് ആദ്യം എന്ത് കാണാ? ആൽഫ കാണുക, ബീറ്റ കാണുക, ഗാമ കാണുക, ഡെൽറ്റ കാണുക. ഇതുള്ള പരിപാടി. ഓക്കെ, സോ ഞാൻ ആദ്യം ആ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യാൻ പോണേ. ഇത് ഏത് ഫോമുല? ഇത് കണ്ടാൽ നമുക്കറിയാം ഇത് ഏത് ഫോമുല? a+b⁴n പ്ലസ് a−b⁴n അല്ലേ. നമ്മൾ ബൈനോമിയൽ തിയറം പഠിച്ച് മനസ്സിലായിട്ടുണ്ട്. a+b⁴n പ്ലസ് ആണെങ്കിൽ അവിടെ ഏത് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ? ബേസിൽ ഈവൻ നമ്പർ ആയിട്ടുള്ള ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അഥവാ ഇത് മൈനസ് ആണെങ്കിലോ ബേസിൽ ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? അതായത് പ്ലസ് ആണെങ്കിലേ അവിടെ ആരേ ഉണ്ടാവുള്ളൂ? NC0ഉം NC2ഉം NC4ഉം NC6ഉം. ഇവിടെ 0, 2, 4, 6 എന്ന് പറഞ്ഞ ഈവൻ നമ്പേഴ്സ് അല്ലേ, അത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ഇനി അഥവാ ഇവിടെ മൈനസ് ആണെങ്കിലോ അവിടെ മൈനസ് ആണെങ്കിൽ ആരുണ്ടാവുള്ളൂ? NC1, NC3, NC5 ബേസ് ഓഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് അല്ലെ. അങ്ങനെയെങ്കിൽ ആ തിയർ അപ്ലൈ ചെയ്താലേ ഇവിടെ പ്ലസ് അല്ലേ, പ്ലസ് ആകും ബേസ് ആരുണ്ടാവുള്ളൂ? ഈവൻ ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ എന്താ വരിക? 2 ഇൻറ്റു ഉണ്ടാവും കേട്ടോ. അത് ഏതാ മറക്കരുത്, ഇക്വേഷൻ അറിയാം. 2 ഇൻറ്റു എന്താ വരിക? N5 അല്ലേ. സോ 5C0 ഉണ്ടാവും അല്ലെ. പിന്നെ ആരുണ്ടാവും? 5C2 ഉണ്ടാവും അല്ലെ. പിന്നെ ആരുണ്ടാവും? 5C4 ഉണ്ടാവും അല്ലെ. 5C0, 5C2, 5C4, 5C6 ഉണ്ടാവില്ലല്ലോ. മാക്സിമം 5C5 വരെ പോകുള്ളൂ. അപ്പൊ ഇത്ര ഉണ്ടാവും അല്ലെ. ഇനി അതിന്റെ കൂടെ ആരുണ്ടാവുക? ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? ബൈനോമിയൽ തിയറി പഠിച്ചാണല്ലേ. ഫസ്റ്റ് ടൈം അവിടെ എക്സ് അല്ലെ. അപ്പൊ ആ എക്സിന്റെ പവർ എന്താണ്? ആ എക്സിന്റെ പവർ കിട്ടാനേ ഇത് രണ്ട് കുറച്ചാ പോരെ. 5 - 0 എന്താ? 5 അല്ലെ. രണ്ടാമത്തെ ആൾ ആരവിടെ? ഇതാണ്. പക്ഷെ അതിന്റെ പവർ 0 ആണ് അല്ലെ. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. സോ 5C0 x⁵5 പ്ലസ് എന്താ? 5C2 അല്ലെ. ആ 5C2 എങ്ങനെ എക്സ് എഴുതി അല്ലെ. മക്കളെ ആ എക്സിന്റെ പവർ എന്താ? ആ എക്സിന്റെ പവർ കിട്ടാനേ ഇത് രണ്ട് കുറച്ചാൽ മതി. അപ്പൊ 5 - 2 അല്ലേ? എത്രയാ? 3 അല്ലെ. രണ്ടാമത്തെ ടേം ആരാ? രണ്ടാമത്തെ ടേം ഇതല്ലേ അല്ലെ. അതെന്താ? √(x³ - 1) അല്ലെ. അതിന്റെ പവർ എന്താ? അതിന്റെ പവർ ഈ ബേസ് തന്നെയാണ് അല്ലെ. അതായത് ഫസ്റ്റ് ടേമിന്റെ പവർ കിട്ടാനേ ഇത് രണ്ട് കുറക്കുക അല്ലെ. രണ്ടാമത്തെ ടേമിന്റെ പവർ എന്താ? ഈ ബേസ് തന്നെയാണ്. ബേസ് ആണ് ഇവിടെ 2 പ്ലസ് അവിടെ 5C4 അല്ലേ അല്ലെ. ആ 5C4 കൂടെ അഗെയിൻ ഫസ്റ്റ് ടേം ആരാ? എക്സിന്റെ പവർ 5 - 4 1 അല്ലേ അല്ലെ. രണ്ടാമത്തെ ആളാ? √(x³ - 1) അല്ലേ. ആ √(x³ - 1) പവർ എന്താ? ഈ ബേസ് അതുപോലെ തന്നെ എഴുതിയ പോലെ. ഇതാണ് പരിപാടി അല്ലെ. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 2 ഇൻറ്റു നമുക്ക് 5C0 എന്ന് പറഞ്ഞ 1 അല്ലേ. സോ എന്താ വരിക? x⁵5. ദെൻ 5C2 എന്ന് പറഞ്ഞാൽ 5 × 4/1 × 2 അല്ലേ, 10 അല്ലേ. സോ 10 ഇൻറ്റു x³ നമുക്ക് √(x³ - 1) സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് കട്ട് ആയി പോലെ. ബാക്കി എന്താ വരിക? വെറും x³ - 1 അല്ലേ. പ്ലസ് അഗൈൻ 5C4 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ. 5 ദെൻ x ഇൻറ്റു √(x³ - 1) എന്ന് പറഞ്ഞാലേ x³ - 1 സ്ക്വയർ അല്ലേ അല്ലെ. അത് ഞാൻ ഇവിടെ തന്നെ എഴുതാണ്. എന്താ x³ - 1 സ്ക്വയർ? x⁻⁶ - 2x³ + 1 അല്ലേ. അതല്ലടാ x³ - 1 സ്ക്വയർ. ഞാൻ ഓപ്പൺ ആക്കി, അവിടെ നിന്ന് ഓപ്പൺ ആക്കി. ഓക്കെ, അങ്ങനെ ഒന്നും കൂടി ചെറുതാക്കിയല്ലേ. എന്താ വരിക? 2 ഇൻറ്റു x⁵5 പ്ലസ് 10x³ × x³ എന്താ? 10x⁶ അല്ലേ. 10x³ - 1 - 10x³. ദെൻ 5x × x⁶ എന്താ? 5x⁷ അല്ലേ അല്ലെ. ദെൻ 5x × -2x³ എന്താ? -10x⁴ അല്ലേ. ദെൻ 5x × 1
5x. എഗെയിൻ ആ 2 കൂടി ഉള്ളിലേക്ക് കൊടുത്താൽ എന്തായാലും മക്കളെ 2x⁵5 പ്ലസ് 20x⁵6 മൈനസ് 20x³ പ്ലസ് 10x⁵7 മൈനസ് 20x⁴ പ്ലസ് 10x. ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ. അപ്പൊ എക്സ്പാൻഷൻ നമുക്ക് കിട്ടി, എല്ലാവർക്കും കിട്ടി. എന്ത് കിട്ടി? അതിന് എക്സ്പാൻഷൻ കിട്ടി അല്ലെ. അവിടെ എക്സ്പാൻഷൻ കിട്ടിയാലേ പിന്നെ കോയിഫിഷ്യന്റ് കാണാൻ ഒരു ബുദ്ധിമുട്ടില്ല അല്ലെ. എന്താണ് കോഷ്യന്റ് ചെയ്താ നമുക്ക് എന്താ x⁵7 കോഷ്യന്റ് ആൽഫ അല്ലേ അല്ലെ. അങ്ങനെ ഇവിടെ x⁵7 കോഷ്യന്റ് ആരാ? x⁵7 കോഷ്യന്റ് 10 അല്ലേ. അപ്പൊ ആൽഫ ആരാ? സിംപ്ലി 10 ആണ്. സോ ആൽഫ ഈക്വൽ 10 എന്ന് കിട്ടി അല്ലെ. ഇനി എന്താ എടാ x⁵5 കോയിഫിഷ്യന്റ് ബീറ്റ അല്ലേ. അപ്പൊ x⁵5 കോഷ്യന്റ് ഇവിടെ ആരാ? x⁵5 കോഷ്യന്റ് 2 അല്ലേ. സോ ബീറ്റ ആരാ? 2 ആണ് അല്ലെ. ഇനി ഗാമ ആരാടാ? ഗാമ എന്ന് പറഞ്ഞ x³ കോയിഫിഷ്യന്റ് അവിടെ ഇവിടെ x³ കോഷ്യന്റ് ആരാ? x³ കോഷ്യന്റ് -20 അല്ല. അപ്പൊ ഗാമ എന്താ? -20. ലാസ്റ്റ് വൺ ഡെൽറ്റ ആരാടാ? ഡെൽറ്റ എക്സിന്റെ കോയിഫിഷ്യന്റ് അല്ലേ. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് ആരാ? 10 ആണ്. അപ്പൊ ഡെൽറ്റ ആരാ? 10 ആണ്. ആവശ്യമുള്ള ആൽഫ കിട്ടി, ബീറ്റ കിട്ടി, ഗാമ കിട്ടി, ഡെൽറ്റ കിട്ടി. പരിപാടി കഴിഞ്ഞില്ല. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഈ കാണുന്ന ഇക്വേഷന് സൊല്യൂഷൻ വേണ്ടേ അല്ലെ. അപ്പൊ ഇക്വേഷൻ ആരാ? ആൽഫ യു പ്ലസ് ബീറ്റ വി. ആൽഫ യു, ആൽഫ എന്താ? 10 അല്ലേ. 10u പ്ലസ് ബീറ്റ വി. ബീറ്റ എന്താ? -20 അല്ലേ. സോ -20v ഈക്വൽ ആരാ? 80 അല്ലെ. വേണമെങ്കിൽ ഇതൊന്ന് ചെറുതാക്കാലോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് എന്ന് വരുന്നത് 10u 5u ആയില്ലേ. 5u മൈനസ് 10u ഈക്വൽ എന്താണ്? 9 അല്ലെ. സോ അത് കിട്ടി. ഓക്കെ. ഇനി അടുത്ത ഇക്വേഷൻ എന്താ? ഗാമ യു പ്ലസ് ഡെൽറ്റ വി ഈക്വൽ 20. അവിടെ ഗാമ യു നമ്മൾ -20 അല്ലേ. ഗാമ -20 അല്ലേ. -20u പ്ലസ് ഡെൽറ്റ വി. ഡെൽറ്റ എന്താ? 10v അല്ലേ. ഈക്വൽ ആരാ? 20 അല്ലെ. അപ്പൊ ഇതൊന്ന് ഡിവൈഡ് എന്ത് തരാ? ഇതൊന്ന് ഡിവൈഡ് ചെയ്താൽ യെസ് 0 ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ തരാ -2u പ്ലസ് വി ആരാ? 2 ആണ്. -2u പ്ലസ് വി എന്താണ്? 2 ആണ്. അപ്പോ നേരത്തെ ആൽഫ യു പ്ലസ് ബി അല്ല ബീറ്റ 2 ആട്ടോ. 20 അല്ല, ബീറ്റ 2 ആണ് അല്ലെ. ബീറ്റ 2 അല്ലേ. അപ്പൊ അത് എന്ത് തരാ? ആൽഫ യു മൈനസ് യു, ആൽഫ 5u മൈനസ് യു ആവും അല്ലെ. കാരണം ആൽഫ ഞാൻ നേരത്തെ 10v ആണ്, യു 20v അല്ല 2v ആണ്. അപ്പൊ ഓർത്ത് വെക്കുക. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 എന്താ? 5u മൈനസ് v ഈക്വൽ ടു 9 അല്ലെ. അവിടെ ഇക്വേഷൻ 2 എന്താ? ഇതല്ലേ. -2u പ്ലസ് v എന്താ? 2. ബീറ്റ വി ഇത് 2v ആണ്. 2v അപ്പൊ ഇത് പ്ലസ് ആണ് അല്ലെ. ഇത് രണ്ട് കുറക്കുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്താ? 5u മൈനസ് 2u 7u അല്ലെ. 9 മൈനസ് 2 7 അല്ലേ. അപ്പൊ u എന്താ? 1 ആണ് അല്ലെ. ആ u 1 കിട്ടിയാലേ ആ u ഇതിലേക്ക് കൊടുത്താൽ തരിക 5u പ്ലസ് v എന്താ? 9 അല്ലേ. സോ u 1 ആയ 5 പ്ലസ് v 9 അല്ലേ. സോ v എന്താ? 9 മൈനസ് 5 ആൻസർ 4 അല്ലേ. സോ u1 v4 നമുക്ക് കാണേണ്ട u പ്ലസ് v അല്ലേ. എന്താണ് u പ്ലസ് v വരാ? 4 പ്ലസ് 1 ആൻസർ എന്താ? 5. ഓപ്ഷൻ 1 ആണ് ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ. സോ ബൈനോമിയൽ തിയറത്തിൽ വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെങ്തി ആണ്, കുറച്ച് കാൽക്കുലേഷൻ മാത്രമല്ല, വേറെ ഒന്നുമില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.